അത് വലിയൊരു സംഗതിയാണ്. വേദിയേക്കാൾ, വേദിയെപ്പോലെ വേദിയേക്കാൾ മഹത്തരമായിട്ടുള്ള ഒരു സദസ്സ്. ഒരിക്കൽ ഡൽഹിയിലെ എൻ്റെ താമസ സ്ഥലത്ത് ഗുലാം അലി വന്നിരുന്നു. ഞാനിങ്ങനെ ചില ശ്ലത ചിന്തകളൊക്കെ പറഞ്ഞിട്ട് ഇതാണെന്ന് മുഹമ്മദ് കോയ സാഹിബിനുള്ള എൻ്റെ ഒരു ഉപഹാരം. കഠിനമായ കാര്യങ്ങളേക്കാൾ ഞാനിങ്ങനെയുള്ള ചില ലളിതസുന്ദരമായ, മാത്രമല്ല ഈ സന്ദർഭത്തെ ഒരു പ്രസംഗം കൊണ്ട് പരിക്കേൽപ്പിക്കരുത് എന്നെനിക്ക് തോന്നുന്നു. പ്രസംഗം ചിലപ്പോൾ ഒരു പരിക്കാണ്. ഇതൊരു സുന്ദരമായിട്ടുള്ള, സുഭഗമായിട്ടുള്ള, ലാളിത്യമാർന്നു നിൽക്കുന്ന, പൂ വിരിഞ്ഞ പോലെ, വസന്തം വന്ന പോലെ നിൽക്കുന്നൊരു സദസ്സ്. അപ്പോൾ ഗുലാം അലി വന്നിട്ട്, ഗുലാം അലി ലോകപ്രശസ്ത, അന്താരാഷ്ട്ര പ്രശസ്തനായിട്ടുള്ള ഗായകനാണ്. പക്ഷെ വളരെ ലാളിത്യമുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അദ്ദേഹം വന്നിട്ട് ഡൽഹിയിൽ എൻ്റെ വീട്ടിൽ കിടക്കയിൽ ചമ്രം പടിഞ്ഞിരിക്കും, കാലിങ്ങനെ ചേർത്ത് വെച്ചിട്ട്. എന്നിട്ട് അങ്ങനെ പാടും. ആര് കേൾക്കുന്നൊന്നുമില്ല, വർത്തമാനം പറയും, വെറുതെ വർത്തമാനം പറയും. എൻ്റെ വീട്ടുകാരോട് സംസാരിക്കും, അത് ടേപ്പ് റെക്കോർഡിൽ അമർത്തിയിട്ട് റെക്കോർഡ് ചെയ്യും, അത് പോയിട്ട് വീട്ടുകാരെ കേൾക്കും. അങ്ങനെ വളരെ അദ്ദേഹം പറയായിരുന്നു, ചുപ്കെ ചുപ്കെ രാത്ത് ദിൻ ആസു ബഹാന യാദ് ഹെ. ഹസ്രത്ത് മൊഹാനി 80ാമത്തെ വയസ്സിൽ ജയിലിൽ വെച്ച് എഴുതുന്നതാണ് ഈ കവിത. അതെൻ്റെ മുറിയിൽ നിന്ന് ഞാൻ ചിട്ടപ്പെടുത്തിയാന്ന് പറയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാവ്യശകലം, മൈ ഖയാലോ ഖാബ് കി മെഹഫിലേ, മൈ ഖയാലോ ഖാബ് കി മെഹഫിലേ ന ബഖദ്ർ സജാ സകാ, തെരീക് നസർ കെ സാത്ത് ഹി, തെരീക് നസർ കെ സാത്ത് ഹി മേരെ സബ് ഇറാദെ ബദൽ ഗയേ. ഞാനിങ്ങോട്ട് വരുമ്പോൾ ഈ സദസ്സിനെ നന്നായിട്ട് ബഹുമാനിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷെ നിങ്ങളെല്ലാവരും കണ്ടപ്പോൾ ഞാൻ ഉപചാര മര്യാദകളൊക്കെ മറന്നുപോയി എന്നാണ് കവി പറയണത്. ഇത്രയും വലിയൊരു സദസ്സിലൊരു പുസ്തകം പ്രകാശനം ചെയ്യപ്പെടാൻ അതിൻ്റെ ഉടമ തീർച്ചയായും ഭാഗ്യം ചെയ്തവനാണെന്നാണ് എൻ്റെ വിശ്വാസം. ഉസ്ബെക്കിസ്ഥാനിലെ ഈ ചരിത്രവും സംസ്കാരമൊക്കെ പറയുന്ന ഈ പുസ്തകത്തെപ്പറ്റി ശ്രീധരൻപിള്ള മറ്റുള്ളവർക്കൊക്കെ വിട്ടുകൊടുത്തുകൊണ്ട് അദ്ദേഹം പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ സൗമ്യത, വിനയം എന്നേ പറയാനുള്ളൂ. ഒരാൾ മറ്റൊരാളെക്കുറിച്ച് നന്മ പറയുന്നത് ആരെക്കുറിച്ചാണോ പറയുന്നത് ആ ആളുടെ ഗുണമല്ല, പറയുന്ന ആളുടെ ഗുണമാണ്. അവരൊക്കെ പറയുമെന്ന് പറയുമ്പോൾ അത് വരാൻ പോകുന്നവരുടെ ഗുണമല്ല, ആ പറയുന്ന ആളുടെ ഗുണമാണ്. ആരെങ്കിലും മറ്റൊരാളെക്കുറിച്ച് നല്ലത് പറയുന്നുവെങ്കിൽ പറയപ്പെടുന്നവൻ്റെ ഗുണമായിട്ട് നിങ്ങൾ രണ്ടാമതേ എടുക്കാവൂ, പറയുന്നവൻ്റെ ഗുണമായിട്ടെടുക്കണം. സൂര്യൻ ഉദിക്കുന്നത് കൊണ്ടാണ് താമര വിരിയുന്നതെന്ന് ഒരിക്കലും നമ്മൾ മറക്കരുത്. ഒരു താമരയും സ്വയം വിരിയുന്നില്ല. എല്ലാ താമരയും മൊട്ടായിട്ട് കൂമ്പി നിൽക്കുകയുള്ളൂ. ഉൽഫുല്ല ബാലരവിയുടെ അരുണകിരണങ്ങൾ ചെന്ന് മൃദുചുംബനം ചെയ്ത് ഉണർത്തുമ്പോഴാണ് വിരിയാനുള്ള ചോദന താമരപ്പൂവിൽ വികാസം പ്രാപിക്കുന്നത്, അതിനെ പൂവാക്കി മാറ്റുന്നത്. നല്ല വാക്ക് മറ്റൊരാളെക്കുറിച്ചൊരാൾ പറയുമ്പോൾ പറയുന്ന ആളുടെ നന്മയാണ് മറ്റുള്ളവരെ ഉണർത്തുന്നത്. അതാണ് ശ്രീധരൻപിള്ള ചെയ്തത്. പക്ഷെ അദ്ദേഹം നല്ലൊരു പ്രസംഗം ചെയ്തു. പുസ്തക പരിചയത്തിലും കുഞ്ഞാമും പുസ്തകത്തെപ്പറ്റി നല്ലൊരു വിവരണം ഇവിടെ നൽകി. ഉസ്ബെക്കിസ്ഥാൻ ഇതൊക്കെ ഒരു സ്വപ്ന നാടാണ്. ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, അവിടെ ഒരു പ്രത്യേക സംസ്കാരം, ജനങ്ങൾ, അവരുടെ സൗന്ദര്യം, അവരുടെ സംസ്കാരം ഒക്കെ വേറെ തന്നെയാണ്. നൂറ്റാണ്ടുകളിലൂടെ കടന്നുപോയി പല രീതിയിലുള്ള ഭരണകൂടങ്ങൾക്ക് വിധേയരായി ജീവിച്ച നാട്ടുകാർ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നാണ് എഞ്ചിനീയർ പി മുഹമ്മദ് കോയ തൻ്റെ പുസ്തകത്തിൽ പരിശോധിക്കുന്നത്. ഒന്നാന്തരം പുസ്തകങ്ങൾ യാത്ര ചെയ്തെഴുതിയ മഹത്തുക്കളുടെ നാടാണ് കേരളം. കോഴിക്കോട് എന്ന് പറഞ്ഞാൽ എസ് കെ പൊറ്റക്കാട്, പുതിയാറക്കടുത്തുള്ളൊരു കെട്ടിടത്തിൻ്റെ മുകളിലിരുന്നിട്ടാണ് എസ് കെ എഴുതുക. അങ്ങനെ എഴുതാൻ അദ്ദേഹം ഒരു കടയുടെ മുകളിലാണ് കയറിയിരിക്കുക. അസ്സൽ കോഴിക്കോട്ടുകാരൻ, ശരിയായ കോഴിക്കോട്ടുകാരൻ. കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാതെ
താൻ കണ്ട മനുഷ്യരെ കഥാപാത്രങ്ങളാക്കിയ അപൂർവ എഴുത്തുകാരൻ. ഒരു കഥാപാത്രത്തെയും പൊറ്റക്കാട് സൃഷ്ടിച്ചില്ല, കണ്ട മനുഷ്യന്മാരെ അങ്ങ് കഥാപാത്രങ്ങളാക്കി. അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ച മനുഷ്യരാണ്, ആരും ഇല്ലാത്തവരല്ല, എല്ലാവരും ഉള്ളവരാണ്, ജീവിത കഥയാണ്. ആ പുതിയറ ആ കടയുടെ മുകളിൽ നിന്ന് SK എഴുതാനിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രചോദനം എന്തായിരുന്നു അറിയോ? പല എഴുത്തുകാർക്കും പല പ്രചോദനമാണ്. അദ്ദേഹത്തിൻ്റെ പ്രചോദനം ദൂരേക്ക് നോക്കിയാൽ കാണുന്ന ചർച്ചിൻ്റെ ഗോപുരം, കത്തീഡ്രൽ ഹാൾ, അതിൻ്റെ ഗോപുരത്തിൻ്റെ ഉയർന്നു നിൽക്കുന്ന ഭാഗം കാണാം, പാളയം പള്ളിയുടെ മിനാരം കാണാം. ഇന്ന് കാണാൻ കഴിയില്ല, അതിൻ്റെ ഇടയ്ക്കൊക്കെ കെട്ടിടങ്ങൾ വന്ന് നിറഞ്ഞു. ഇതായിരുന്നു SK പൊറ്റക്കാടിൻ്റെ ഇൻസ്പിറേഷൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രചോദനം പോലും കോഴിക്കോടായിരുന്നു. കോഴിക്കോട്ടെ മണ്ണും കോഴിക്കോട്ടെ ജനങ്ങളും. ഞാൻ എത്രയോ കണ്ടിട്ടുണ്ട്, ഒരു കറുത്ത ബാഗ് കക്ഷത്ത് വെച്ച് മിഠായി തെരുവിലൂടെ ഒരു സാഹിത്യകാരനെ അങ്ങനെ കാണുക എന്ന് പറഞ്ഞാൽ അപൂർവമാണ്. ജനങ്ങൾക്കിടയിലൂടെ തൊട്ടുരുമി. അദ്ദേഹമാണൊരു പക്ഷേ സഞ്ചാര സാഹിത്യത്തിൻ്റെ സൗന്ദര്യം മലയാളത്തെ മാദകമായ രീതിയിൽ അനുഭവിപ്പിച്ചത്. പിന്നെയും പലരും ഉണ്ടായി, വലിയ വലിയ എഴുത്തുകാർ പലരും. ഗുരുനിത്യ ചൈതന്യേതി, ഒരു പുസ്തകത്തിൻ്റെ പേര് തന്നെ യാത്ര എന്നാണ്. യാത്ര എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. അത് വായിച്ചിരിക്കണം. ഈ സദസ്സിന് ഞാൻ ഏതെങ്കിലും ഒരു പുസ്തകം ശുപാർശ ചെയ്യുന്നുവെങ്കിൽ ഇന്നത്തെ ദിവസം ഗുരുവിൻ്റെ യാത്രയാണ്. നമ്മളങ്ങനെ പോവും, ആ വീടുകളിലൂടെ അദ്ദേഹം ചെന്ന സ്ഥലം, അദ്ദേഹം കണ്ട ആളുകൾ, അദ്ദേഹത്തെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടിയ ജനം ഒക്കെ നമ്മൾ കണ്ടുപോകും. ഈ പുസ്തകം വായിച്ചിട്ടാണ് ഞാൻ ഗുരുവിന് ആദ്യമായിട്ട് ഒരു കത്തയക്കുന്നത്. എന്നിട്ട് പുറനാട്ടുകാരെ തൃശ്ശൂരിലെ ഒരു ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൽ പോയിട്ടാണ് ഞങ്ങൾ ആദ്യം കണ്ടുമുട്ടുന്നത്. സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പാതിരാത്രി ഒരു ദിവസം അദ്ദേഹം എന്നോട് പറഞ്ഞു, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഇറങ്ങി ഞങ്ങൾ യാത്ര ചെയ്തു. പാലപ്പൂമണം ഒഴുകിയെത്തുന്ന ഒരർദ്ധരാത്രി കാറിൽ അദ്ദേഹം ചെരിഞ്ഞ് കിടന്ന് ഗസലൊക്കെ കേട്ട് എത്രമാത്രം യാത്ര. അറബ് നാട്ടിൽ പോയതിനെ പറ്റി അദ്ദേഹം പറയും, സന്യാസിയായതുകൊണ്ട് എനിക്ക് അവിടെ കടന്നു ചെല്ലുമ്പോൾ എന്തെങ്കിലും പ്രയാസമുണ്ടാകുമോ എന്ന് ഞാൻ ആശങ്കപ്പെട്ടു. പക്ഷേ അല്ലാഹു എൻ്റെ കൂടെയുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്കൊരു പ്രയാസം ഉണ്ടായില്ല എന്ന് അദ്ദേഹം എഴുതി. ചെല്ലുന്ന സ്ഥലത്തൊക്കെ ജനങ്ങളെ, സംസ്കാരത്തെ സ്വന്തമാക്കുന്ന ഒരു സ്വഭാവം. അതുകൊണ്ട് യാത്ര ചെയ്യാത്ത ആളുകളെ ഒന്നിനും കൊള്ളൂല. സത്യത്തിൽ യാത്രയാണ് ഏറ്റവും വലിയ വിദ്യാഭ്യാസം. ഇപ്പം നമ്മുടെ മലയാളികൾക്കുണ്ടായൊരു ഗുണം, നമ്മുടെ ചെറുപ്പക്കാർ ഒരുപാട് യാത്ര ചെയ്യുന്നു. ചൈനയിൽ പോകാമെന്നൊക്കെ പറഞ്ഞാൽ എന്താ മുമ്പ് ചിന്തിക്കാൻ കഴിയുമോ? ഇന്നിപ്പോൾ ചെറുപ്പക്കാരൊക്കെ നമ്മളെടുത്ത്, ഞാൻ കഴിഞ്ഞ ആഴ്ച ചൈനയിലായിരുന്നു, ഞാൻ തായ്വാനിലായിരുന്നു, ഞാൻ ലണ്ടനിൽ നിന്ന് വരിക. ഗൾഫാണതിന് വാതിൽ തുറന്നത്. ആ നന്ദി നമുക്ക് എന്നും ഉണ്ടായിരിക്കട്ടെ. യാത്ര ചെയ്യുന്ന സമൂഹത്തിൻ്റെ മനസ്സ് വിശാലമായിരിക്കും. ഇവിടെ തന്നെ കുടുങ്ങിയിരുന്നാൽ, ഗുരു തന്നെ വിശേഷിപ്പിച്ചിരുന്നത് മുസാഫിർ എന്നാണ്. ഞാനൊരു മുസാഫിറാണ്, അത് എഴുതിയിട്ടുണ്ട്. ഞാൻ സന്യാസിയല്ല, പ്രാതസ്മരണീയനല്ല, അർച്ചനീയനും പൂജനീയനുമല്ല, ശ്രീ സ്വാമിജി മഹാരാജുമല്ല, ഞാനൊരു മുസാഫിറാണ്. സഫർ എന്ന് പറഞ്ഞാൽ അറബിയിൽ, നമ്മുടെ നാട്ടിൽ മുസാഫിർ എന്നാൽ വല്ലാത്തൊരു വാക്കാണ്. അതൊരു അറബി വാക്കാണ്, യാത്രക്കാരൻ. പക്ഷേ മുസാഫിറാണ്. ഒരു മുസാഫിർ വന്ന് യാത്ര ചെയ്ത് പോണ ആൾ. മുസാഫിർ എന്ന് പറഞ്ഞാൽ വെറും യാത്ര ചെയ്യുന്ന ആളല്ല, ഫക്കീർ എന്ന് പറയുന്ന പോലെയാണ്. ഗാന്ധിജി നല്ല കൊടും തണുപ്പിൽ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ലണ്ടനിൽ ചെന്നിറങ്ങിയപ്പോൾ വിൻസ്റ്റൺ ചർച്ചിൽ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞു, ഇന്ത്യയുടെ അർദ്ധനഗ്നനായ ഫക്കീർ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. മരങ്ക് വച്ചുന്ന തണുപ്പിലും 2 വസ്ത്രമാണ്. ഫക്കീർ അറബി ഭാഷയിൽ ഉള്ളൊരു പദമാണ്. അത് വെറും ദരിദ്രനല്ല അത് പറയണത്. പുറത്ത് ദരിദ്രനാണെങ്കിലും ഉള്ളുകൊണ്ട് ആത്മീയ സമ്പന്നതയുള്ള വ്യക്തിയാണ് ഇസ്ലാമിൻ്റെ ആത്മീയ ശാസ്ത്രത്തിൽ ഫക്കീർ എന്ന് പറയുന്നത്. പരിശുദ്ധ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനമുണ്ട്, അൽ ഫഖ്റു ഫഖ്രീ, ദാരിദ്ര്യം എൻ്റെ അഭിമാനമാണ്. ഫക്കീറാവുക എന്നതാണ് എൻ്റെ അഭിമാനം. ആ വാക്കാണ് ചർച്ചിൽ ഗാന്ധിജിയെ ഉപയോഗിക്കുന്നത്. ഗാന്ധിജി പിന്നെ അങ്ങനെ അറിയപ്പെട്ടു, ഇന്ത്യയുടെ ഫക്കീർ.
ഈ വാക്കുകൾക്കൊക്കെ വലിയ ശക്തിയുണ്ട്, വാക്കുകൾക്കൊക്കെ വലിയ സംസ്കാരമുണ്ട്. ഫക്കീർ, മുസാഫിർ, കാബൂളിവാല, ഇതൊക്കെ മലയാളികൾക്ക് വളരെ പരിചയമുള്ള, മലയാളീകരിക്കപ്പെട്ട, ഹിന്ദു മുസ്ലിമൊന്നുമില്ല ഇതിൽ. അതാണ് നമ്മുടെ സംസ്കാരം. അങ്ങനെ രൂപം പ്രാപിച്ചു വന്നിട്ടുള്ളതാണ്. ഞാനൊരു മുസാഫിറാണ് എന്ന് പറയുന്നത് ഒരു സ്വാമിയാണ്, ഒരു സന്യാസിയാണ്. അദ്ദേഹത്തിനത് പറയാനുള്ള എല്ലാ യോഗ്യതയുണ്ട്. പോകാത്തൊരു രാജ്യമില്ല. ചെല്ലുന്നിടത്തൊക്കെ പാർക്കുക, എവിടുന്നെങ്കിലും മടങ്ങുമ്പോൾ ആളുകൾ വാവിട്ട് കരയുക. ലണ്ടനിൽ ചെന്നിട്ട് അദ്ദേഹം ഒരു സ്ഥലത്ത് പാർത്ത്, അപ്പോൾ ഒരു അച്ഛനില്ലാത്ത ഒരു കുട്ടിയുണ്ട്, അച്ഛൻ മരിച്ചു പോയിരിക്കണം. ആ വീട്ടിലാണ് അദ്ദേഹം പാർക്കുന്നത്. ഇതാരാന്ന് ചോദിച്ചപ്പോൾ ഡാഡ് എന്ന് പറഞ്ഞു. നിൻ്റെ അച്ഛനാണ് ഞാൻ. ഒരു പരിചയമില്ലാത്തൊരു കുടുംബത്തിൽ. മിസ്സിസ് ലാൻഫ്രൈനർ, ആ കുട്ടിയുടെ അമ്മ. കുട്ടി അതിൻ്റെ അടുത്ത് പോയിട്ട് പറയണം, സീ മൈ ഡാഡ് മാം, സീ മൈ ഡാഡ്, എൻ്റെ അച്ഛനെ നോക്കൂ അമ്മേ. കുറച്ച് ദിവസം അവിടെ പാർത്തിട്ട് ഗുരു മടങ്ങുമ്പോൾ ആ കുടുംബം വാവിട്ട് കരയാണ്. എന്തൊരത്ഭുതമാണ് മനുഷ്യരുടെ സഞ്ചാരങ്ങൾ. യഥാർത്ഥത്തിൽ സഞ്ചാരം ഹൃദയത്തിലൂടെയാണ്, ഹൃദയത്തിൻ്റെ നിമ്നോന്നതങ്ങളിലൂടെ, ഹൃദയത്തിൻ്റെ പാതകളിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് നമ്മളെത്ര ചെറുതാന്ന് നമ്മൾ അറിയണത്. നമ്മൾ റോട്ടിൽ പോയി നിൽക്കുമ്പോൾ, ദുബായിയുടെ ഒരു തെരുവിൽ നിൽക്കുമ്പോൾ ഒരു 5 മിനിറ്റ് നോക്കി നിൽക്കുക. പോകുന്ന വാഹനങ്ങൾ, തപിക്കുന്ന ജീവിതം, പാവപ്പെട്ടവൻ്റെ രോദനം, വൻകിട കെട്ടിടങ്ങളിൽ ഞെരിഞ്ഞമരുന്ന ആർദ്ര ജീവിതത്തിൻ്റെ ആർത്തനാദങ്ങൾ, ഇതൊക്കെ നമ്മൾ യാത്രയിൽ നമുക്ക് അനുഭവപ്പെട്ടെന്ന് വരും. പരിശുദ്ധ പ്രവാചകൻ്റെ ഒരു തിരുവചനമുണ്ട്, അസ്സഫറു ഖിത്അത്തും മിനന്നാർ, യാത്ര നരകത്തിൻ്റെ ഒരു കഷ്ണമാണ്. യാത്രയിൽ കഷ്ടപ്പാടുണ്ടെന്നാണ് പറഞ്ഞത്. വളരെ ശരിയാണ്. ഞാനാലേക്കും എത്ര വിമാനവും സൗകര്യവും ഒക്കെ നമ്മളുണ്ടെങ്കിലും യാത്രയിൽ കഷ്ടപ്പാടുണ്ടായിരിക്കും. യാത്ര ഒന്ന് ഒരുപാട് വികസിച്ചു, പണ്ടത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാലും കഷ്ടപ്പാട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതോടെ നമ്മളെ വീട്, ചുറ്റുപാട്, നമ്മുടെ ആളുകൾ, ഭാഷ, നമ്മുടെ കിടപ്പുമുറി, നമ്മുടെ രീതി, നമ്മുടെ ആഹാരം ഒക്കെ ഒരു പുതിയ ലോകത്തേക്ക് അങ്ങനെ നമ്മൾ പഠിക്കാൻ തുടങ്ങുകയാണ്. പുതിയ സംസ്കാരം, പുതിയ മനുഷ്യർ, പുതിയ വികാര വിചാരങ്ങൾ, അതിലൂടെ നമ്മൾ സഞ്ചരിക്കണം. അത് നമ്മളെ വിജ്ഞരാക്കി തീർക്കും, നമ്മെ സംസ്കാര സമ്പന്നരാക്കി തീർക്കും. അതുകൊണ്ട് അതൊക്കെയാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് കോയ സാഹിബ് ഈ പുസ്തകത്തിലൂടെ ചെയ്തിട്ടുള്ളത്. ഇത് വായിക്കുമ്പോൾ ഇരിപ്പിലിരുന്ന് വായിക്കാം, പെട്ടെന്ന് വായിച്ച് തീർക്കാം, യാതൊരു പ്രയാസമില്ല. അദ്ദേഹത്തിൻ്റെ ശൈലി ശ്രീധരൻപിള്ള പറഞ്ഞ പോലെ വളരെ ലളിത സുന്ദരമായിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഈ ഉസ്ബെക്കിസ്ഥാനിലൊക്കെ ഇന്ന് സംഭവിച്ചത് സംസ്കാരത്തിൻ്റെ തകർച്ചയാണ്. അത് ഇഷ്ടം പോലെ അവിടെ ഉണ്ട്, കാണാതിരുന്നിട്ട് കാര്യമില്ല. സംസ്കാരം തന്നെയാണ് പ്രധാനം എന്ന് ഈ പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആ നാട്ടിലുള്ള മദ്യത്തിൻ്റെ ആറാട്ട് ഗ്രന്ഥകാരൻ വിവരിക്കുന്നുണ്ട്. നിശാ ക്ലബ്ബുകളുടെ ആധിക്യം അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അദ്ദേഹം അത് വിവരിക്കുന്നു. എഞ്ചിനീയർ മുഹമ്മദ് കോയ അത്രേ ചെയ്യേണ്ടതുള്ളൂ. ബാക്കി വായിക്കുന്ന നമ്മൾ അഭിപ്രായങ്ങളിൽ എത്തിച്ചേരണം. എങ്ങനെയാണ് വലിയ വലിയ സംസ്കാര സമ്പന്നമായ നാടുകൾ തകർന്നത്? എങ്ങനെയാണ് അവിടെ വൃത്തികെട്ട പല സംസ്കാരങ്ങളും വ്യാപിച്ചത്? എങ്ങനെയാണ് യുവതലമുറ വഴിയാധാരമായത്? ഇന്ന് പല രാജ്യങ്ങളിലും ചെന്നാൽ റോഡിൻ്റെ വക്കത്ത് വ്യഭിചാരശാലകൾ പ്രവർത്തിക്കുന്നത് കാണാൻ സാധിക്കും. പല രാജ്യങ്ങളിലേക്കും അതിനു വേണ്ട വിഭവങ്ങൾ ഒരുക്കിക്കൊടുക്കുന്നവരായി മറ്റു നാടുകൾ മാറേണ്ടി വന്നിട്ടുണ്ട്. ഉസ്ബെക്കിസ്ഥാനൊന്നും അങ്ങനെ ആകേണ്ട നാടല്ല. പക്ഷേ ഇടക്കാലത്ത് മൂല്യനിരാസം ശ്രീധരൻപിള്ള വളരെ സാർത്ഥകമായി അതിലേക്ക് വിരൽ ചൂണ്ടി. അത് രാജ്യങ്ങളെയും സമൂഹങ്ങളെയും എവിടെ കൊണ്ട് ചെന്നെത്തിക്കുന്നുവെന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തം ഇതുപോലുള്ള രാജ്യങ്ങളിലുണ്ട്. അത് അദ്ദേഹം വരച്ച് കാണിച്ചിട്ടുണ്ട്. എനിക്കിവിടെ ആശംസിക്കുവാനുള്ളത് അദ്ദേഹം കൂടുതൽ എഴുതട്ടെ. ഇത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പുസ്തകമല്ല, ആദ്യത്തെ പുസ്തകമാണ്. അതുകൊണ്ട് ധാരാളം അവസരങ്ങൾ നമുക്കിനിയുണ്ടാവും അദ്ദേഹത്തെ വായിക്കാൻ. വായന വ്യാപിക്കട്ടെ. എഞ്ചിനീയർ മുഹമ്മദ് കോയയുടെ കയ്യിൽ നിന്നൊരു പുസ്തകം വരിക, അതൊരു യാത്രാവിവരണ പുസ്തകമാവുക.
നമ്മളെല്ലാവരെയും അത് വളരെ സന്തോഷിപ്പിക്കുന്നു. ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വായന തന്നെയാണ് ശരണം. വായിച്ചുകൊണ്ട് മാത്രമേ ഒരു സമൂഹത്തിന് വളരാൻ കഴിയൂ. രാത്രി 1 മണിക്കൂർ വാർത്ത ടെലിവിഷൻ്റെ മുമ്പിൽ 5 മിനിറ്റ് അറിയാനുള്ള വാർത്ത ഉണ്ടാവുള്ളത്. 5 മിനിറ്റാണ് ആ വലിച്ചു നീട്ടുന്നത്. ചർച്ച, ചർവിത ചർവണം, തർക്കങ്ങൾ, ബഹളങ്ങൾ, ഖണ്ഡന മണ്ഡനങ്ങൾ, വിഴുപ്പലക്കലുകൾ. നമ്മളെ സമയമാണ് പാതിരാത്രിയിലെ. പക്ഷെ അത് തൃപ്തിപ്പെടുത്താൻ കഴിയില്ല ഒരു സമൂഹത്തെ. ലോകത്ത് എൻ്റെ അറിവിൽ ഒരു സമൂഹവും ടെലിവിഷൻ്റെ മുമ്പിൽ പോയി എപ്പോഴും ഇരിക്കുന്നില്ല. ജാപ്പാനിൽ പ്രവൃത്തി സമയത്ത് ടെലിവിഷൻ പ്രവർത്തിപ്പിക്കുന്നത് കുറ്റകരമാണ്. വർക്കിംഗ് അവേഴ്സിൽ TV പ്രവർത്തിപ്പിക്കുന്നത് ജാപ്പാനിൽ കുറ്റകരമാണ്. എല്ലാ സമയത്തിന് മുമ്പ് പോയിരിക്കുന്ന സംസ്കാരം അവിടെ എവിടെയുമില്ല. ഒരിക്കലും അത് പുസ്തകത്തിന് പകരമല്ല. ഞാനൊരു അന്ധവിശ്വാസിയാണെന്ന് നിങ്ങൾക്ക് തോന്നുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നെറ്റിൽ പുസ്തകം വായിച്ചൂടെ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഞാനതിനെ നിരാകരിക്കുന്നു. ഒന്ന്, അത് ശരീരത്തിന് ഹാനികരമാണ്. എല്ലാ സമയവും ഇരുന്നുള്ള വായന വായിക്കുന്ന ആൾ എപ്പോഴും വായിച്ചുകൊണ്ടേയിരിക്കും. ഈ സ്ക്രീന്, അതിൻ്റെ റേഡിയേഷൻ. രണ്ടാമത്തെ സംഗതി, ഏത് പുസ്തകം നെറ്റ് കിട്ടുക. ഞാൻ എൻ്റെ കാര്യം പറയാം. ഞാനൊരു വായനക്കാരനാണ്. ഞാൻ വായിക്കുന്ന പുസ്തകങ്ങളൊന്നും നെറ്റിൽ കിട്ടാൻ ഒരു സാധ്യതയില്ലാത്ത പുസ്തകങ്ങളാണ്. കാരണം വളരെ സെലക്റ്റീവാണ് നമ്മൾ വായനയിൽ. നമ്മുടെ പുസ്തകം, നമ്മളുടെ സെലക്ട് ചെയ്യുന്ന പുസ്തകം, ചില പ്രത്യേക വിഷയങ്ങൾ, ചില പ്രത്യേക ഭാഷകൾ, ഉറുദുവോ അറബിയോ ഇംഗ്ലീഷിൽ തന്നെ നമ്മൾ പ്രത്യേകം കണ്ടെത്തുന്ന ചില ഗ്രന്ഥങ്ങൾ എങ്ങനെ നെറ്റിൽ അവൈലബിൾ ആക്കാൻ സാധിക്കും? വളരെ പ്രയാസം. മൂന്നാമത്തെ സംഗതി, അത് എളുപ്പമല്ല. ഒരു പുസ്തകം കിട്ടിയാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് അതിങ്ങനെ മറിച്ച് നോക്കിയാൽ എല്ലാ ഭാഗവും വായിക്കണമെന്നില്ല, പ്രത്യേക ഭാഗം വായിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ അതിനേക്കാളും എളുപ്പമല്ലേ നെറ്റിലെന്ന് ചോദിച്ചേക്കും. പുസ്തകത്തിൻ്റെ ഇൻഡെക്സ് നോക്കിയാൽ വളരെ പെട്ടെന്ന് പേജും അധ്യായവും കണ്ടെത്താൻ സാധിക്കും. മനുഷ്യ മനസ്സാണ് ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത്, കമ്പ്യൂട്ടറല്ല. അതുകൊണ്ട് വായന ഇനിയും വളരും. പുസ്തകങ്ങൾ ധാരാളം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംസ്കാരമൊക്കെ ഉണ്ടാക്കിയത് പുസ്തകങ്ങളാണ്. SK വായിക്കുമ്പോൾ, MT വായിക്കുമ്പോൾ, അല്ലാത്ത പുസ്തകങ്ങൾ, ധാർമ്മിക, രാഷ്ട്രീയ, മത, സാംസ്കാരിക ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വളരുകയാണ് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ഒരു 1.5 മാസം ചെയ്ത പണി 2 കാര്യം മാത്രമാണ്. ഒരു പ്രസംഗത്തിനും പോകാൻ കഴിഞ്ഞില്ല, പോകാൻ ഉദ്ദേശമില്ല, ഒക്കെ വെട്ടിച്ചുരുക്കിയിരുന്നു. ഞാൻ വായിച്ചു, പ്രാർത്ഥിക്കുകയും വായിക്കുകയും ചെയ്തു. മൂന്നാമതൊരു കാര്യം ഞാൻ ചെയ്തതേ ഇല്ല. ഉറക്ക് വളരെ ചുരുക്കി ഒരു 3 മണിക്കൂർ മാത്രം ഉറങ്ങി. ബാക്കിയുള്ള സമയം മുഴുവനും പ്രാർത്ഥിച്ചു, വായിച്ചു. ഇടതടവില്ലാതെ എന്നെ കാണാൻ ജനങ്ങൾ വന്നിരുന്നു. എല്ലാ സമുദായങ്ങളും, എല്ലാ പാർട്ടിക്കാർ, നേതാക്കൾ, സാധാരണക്കാർ. എനിക്ക് മറക്കാൻ കഴിയാത്ത, എൻ്റെ മനസ്സിൽ നനവുണ്ടാക്കുന്ന വല്ലാത്തൊരു ജനപ്രവാഹം. അവരെ സ്വീകരിക്കാൻ എന്നോട് സുഹൃത്തുക്കൾ പറഞ്ഞു, അടുത്തത് എൻ്റെ വീട്ടിൽ എൻ്റെ ലൈബ്രറിയാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. അതിൽ 1000കണക്കിന് പുസ്തകങ്ങളുണ്ട്. അപ്പോൾ എപ്പോഴും എൻ്റെ കിടപ്പ് മുറിയിൽ നിന്ന് വരാനുള്ള അസൗകര്യം കൊണ്ട് കിടപ്പ് ലൈബ്രറിയിലേക്കാക്കി. ലൈബ്രറിയിലൊരു കിടക്കാനുള്ള കട്ടിലൊക്കെ ഇട്ട്, അപ്പോൾ അതിൽ തന്നെ കിടത്തുമാക്കി. അപ്പോൾ എന്തൊരു സന്തോഷമാണ്. ഈ അടുത്ത കാലത്തൊന്നും ഞാൻ വാങ്ങി വെച്ച വിലപ്പെട്ട പുസ്തകങ്ങൾ വായിക്കാൻ കഴിയാത്തൊക്കെ വായിച്ചു. അപ്പോൾ ഞാൻ എഴുതാനും പുതിയ ഒരു ഉണർവായി. എഴുത്തിനെക്കുറിച്ചുകൂടെ ശ്രീധരൻപിള്ള പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു ലേഖനം എഴുതി. അത് ചന്ദ്രികയിൽ ദൈവത്തെ സ്തോത്രം ചെയ്തുകൊണ്ട് എഴുതി. പിന്നെ മാതൃഭൂമിയിൽ എൻ്റെ നിന്നുപോയ പങ്ക്തി വീണ്ടും തുടങ്ങി. അതോടൊപ്പം ഞാൻ ചില പുസ്തകങ്ങളുടെ എഴുത്തും തുടങ്ങി. ഒരുപാട് കുറിപ്പുകൾ തയ്യാറാക്കി. ഗുരു നിത്യ ചൈതന്യ പറയുന്നുണ്ട്, അലമാരയിൽ നിന്ന് ഒരു കാമുകി എന്നെ മാടി വിളിക്കുന്നു, ഒരു പുസ്തകം. അപ്പോഴേക്ക് മറ്റേ അലമാരയിൽ നിന്ന് മറ്റൊരു കാമുകി പറയുന്നു, ഇങ്ങോട്ടൊന്ന് വന്നു പോ എന്ന്, മറ്റൊരു പുസ്തകം. അപ്പോഴേക്ക് മറ്റൊരു സുന്ദരി കണ്ണിട്ട് വിളിക്കുന്നു, പുരികം കാട്ടി എന്നെ വശീകരിക്കുന്നു, വേറൊരു പുസ്തകം. പുസ്തകങ്ങളെ കാമിനിമാരാക്കി അതിൻ്റെ മധ്യത്തിൽ ജീവിക്കുന്ന ഒരു ജീവിതം ആനന്ദകരമാണ്, അത്ഭുതകരമാണ്. ലോകത്ത് നശിക്കാത്ത ഒന്നേ ഉള്ളൂ, അത് പുസ്തകമാണ്. ഈ 2 സംഗതി ഒരിക്കലും നശിക്കുന്നില്ല. ഒന്ന് പേന,
എന്ത് കണ്ടുപിടുത്തങ്ങൾ വരട്ടെ, പേന കൊണ്ട് മനുഷ്യനെ എഴുതാൻ പഠിപ്പിച്ചവനാണ് അത്യുദാരനായ ദൈവം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അല്ലമ ബിൽ ഖലം. എന്ത് കണ്ടുപിടുത്തം വന്നാലും ഇതിന് പകരം മറ്റൊരു കണ്ടുപിടുത്തില്ല. എന്ത് കമ്പ്യൂട്ടറോ എന്ത് വിപ്ലവം വരട്ടെ, പുസ്തകത്തിന് പകരം മറ്റൊരു സാധനമില്ല. നമ്മുടെ യുവതലമുറയെ പുസ്തകത്തിൻ്റെ ലോകത്തേക്ക് നയിക്കുക, വായനയിലേക്ക് കൊണ്ടുവരിക. ടി വിയുടെ മുമ്പ് പോയിരുന്നില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. ഞാൻ കഴിഞ്ഞ 1.5 മാസം പത്രം വായിച്ചില്ല. അത് പറഞ്ഞാൽ ആളുകൾക്ക് എന്താ തോന്നുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. കാരണം ഞാനത് മുമ്പും ചെയ്യാറുള്ളൊരു കാര്യമായിരുന്നു. സീരിയസ് ആയി എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ ഞാൻ പത്രവായന മാറ്റി വെക്കും. ഞാൻ ഒരു നല്ല എഴുത്തിലേക്ക് പ്രവേശിച്ചാൽ, ഒരു വലിയൊരു പുസ്തകത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, കാരണം ഒരു ദിവസം 4 പത്രം വായിക്കണമെങ്കിൽ എനിക്ക് രാവിലെ നല്ലോണം വായിക്കാൻ ഒരു 1.5 മണിക്കൂർ പിടിക്കും നല്ലോണം. ആ സമയം എൻ്റെ എഴുത്തിനെ നന്നായി ബാധിക്കുന്ന ഒരു ഉപദ്രവമായതുകൊണ്ട് ഞാനത് മാറ്റി വെക്കും. 1.5 മാസം ഞാൻ പത്രം വായിച്ചില്ല. ടി വി ഞാൻ ഓഫാക്കിയത് അപൂർവമായിട്ട് ടി വി കാണാറുണ്ടെന്നുള്ളൂ. ഇപ്പോഴും ഞാൻ ടി വി കാണാൻ തുടങ്ങിയിട്ടില്ല. പത്രം ഞാൻ ഒരാഴ്ചയായിട്ട് എൻ്റെ എഴുത്ത് തുടങ്ങിയപ്പോൾ വായന മെല്ലെ തുടങ്ങി. കുറേശ്ശെ, മുഴുവനില്ല, കുറേശ്ശെ അങ്ങനെ നോക്കും, പ്രധാനപ്പെട്ട അറിയേണ്ട വല്ലതുണ്ടോ. പത്രവായന നടന്നില്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വീഴില്ല എന്നെന്നെ പഠിപ്പിച്ചതും ഗുരു നിത്യ ചൈതന്യയതിയാണ്. ഗുരു 3 കൊല്ലത്തോളം പത്രവായന നിർത്തി. അന്നും അദ്ദേഹം 1-ാം തരം പുസ്തകങ്ങൾ എഴുതി. ഞാനൊരു ദിവസം അദ്ദേഹത്തെ കണ്ടപ്പോൾ ചോദിച്ചു, അല്ല, പത്രം വായിച്ചില്ലെങ്കിൽ അറിയേണ്ട കാര്യങ്ങൾ അറിയാതെ പോകില്ലേ എന്ന് ചോദിച്ചു. ഗുരു എന്നോട് പറഞ്ഞു, അറിയേണ്ടത് നമ്മൾ എന്തായാലും അറിയും, അതൊന്നും വായിച്ചില്ലെങ്കിലും അറിയും. അപ്പം ഞാനിപ്പോൾ ആലോചിക്കുകയാണ്, ഈ പത്രം വായിക്കാത്ത ദിവസങ്ങൾ ഞാനെല്ലാം അറിഞ്ഞു. ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ഞാൻ അറിഞ്ഞു, ശീലാ ദീക്ഷിതിൻ്റെ പ്രസ്താവന ഞാൻ അറിഞ്ഞു, ഒക്കെ അറിഞ്ഞു. ഞാൻ പത്രം വായന വേണ്ടെന്ന് പറയില്ല, അതൊന്നും ഇല്ലെങ്കിലൊന്നും സംഭവിക്കില്ല. ഒരുപാട് പരിക്ക്, തലച്ചോറിൽ വന്ന് ഏൽക്കുന്ന കുറേ പരിക്ക്, ആവശ്യവും അനാവശ്യവും അറിയുന്ന പരിക്ക്, നമ്മളൊരു പോസിറ്റീവ് റീഡിങ്ങിലേക്ക് തിരിച്ചുവിട്ട് ആവശ്യമുള്ളത് പത്രത്തിലും അത് വേണമെന്ന് ഞാൻ പറഞ്ഞത്, ആവശ്യമുള്ളത് മാത്രം വായിക്കുക. പക്ഷെ പത്രത്തിന് അങ്ങനെ ഒരു സ്വാതന്ത്ര്യമുണ്ട്. പത്രത്തിനുള്ളൊരു ഗുണം, ഒരു പേജിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് വേണ്ടത് വായിക്കാം, വേണ്ടാത്ത വിട്ട് കളയാം. ഒരു പത്രം 5 മിനിറ്റ് കൊണ്ട് വായിച്ച് തീർക്കാം. ടി വി അങ്ങനെ കഴിയില്ല, നമുക്ക് സെലക്റ്റീവ് ആകാൻ കഴിയില്ല. ഇങ്ങനെ സെലക്റ്റീവായി വായനയെ പുനരുജ്ജീവിപ്പിക്കുന്ന ഒരു സംസ്കാരമുണ്ടാകട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഇത്രയും മഹനീയമായ ഒരു പുസ്തക പ്രകാശനത്തിൽ വെച്ച് എഞ്ചിനീയർ മുഹമ്മദ് കോയയുടെ പുസ്തകം പ്രകാശനം ചെയ്യാൻ കൈവന്ന സൗഭാഗ്യത്തിൽ സന്തോഷിച്ചുകൊണ്ട്, ധാരാളം എഴുതാൻ മുഹമ്മദ് കോയയ്ക്ക് ഈ മഹാസദസ്സ് പ്രചോദനമാകട്ടെ. പറയാൻ കഴിയില്ല, ഒരു പക്ഷേ വലിയ വലിയ എഞ്ചിനീയർ, അദ്ദേഹം എഞ്ചിനീയർ എന്നൊരു ശില്പിയായി കെട്ടിട്ടുണ്ടാക്കി. ഇനി അദ്ദേഹം മനുഷ്യരുടെ എഞ്ചിനീയറിങ്, മനസ്സിൻ്റെ എഞ്ചിനീയറിങ് പുസ്തകങ്ങളിലൂടെ നിർവഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടുത്ത് നമ്മോട് സംസാരിക്കുന്നത് PK അഹമ്മദ് സാഹിബ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഞാൻ ഏറെ സ്നേഹിക്കുന്ന ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ ശ്രീധരൻ പിള്ള അവർകൾ സാഹിബ്, ഈ പുസ്തകം പ്രകാശനം ചെയ്ത എൻ്റെ പ്രിയങ്കരനായ അങ്ങേയറ്റം അടുപ്പമുള്ള സമദാനി സാഹിബ് അവർകളെ, മറ്റ് വേദിയിലെയും സരസ്വരിയും പകൽഭരെ സുഹൃത്തുക്കളെ, എഞ്ചിനീയർ മുഹമ്മദ് കോയ എഴുതിയ ഉസ്ബെക്കിസ്ഥാനിലെ മുന്തിരിവള്ളി എന്ന പുസ്തകം ഈ പൗരഗംഭീരമായ ചടങ്ങിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഏറ്റുവാങ്ങുമ്പോൾ എനിക്ക് വലിയ സന്തോഷവും ചാരിതാർത്ഥ്യമുണ്ട്. ഞാനും മുഹമ്മദ് കോയയുള്ള ബന്ധം ഏതാണ്ട് 30 കൊല്ലത്തെ ബന്ധം. എൻ്റെ തുടക്കം, ഞാനൊരു ഇൻഡസ്ട്രി തുടങ്ങുന്ന സമയത്ത് ആ സായറായിരുന്നു എൻ്റെ എഞ്ചിനീയർ. അതിൽ സൂപ്പർവിഷൻ ചെയ്ത് 2 മില്യൺ രൂപ മുഹമ്മദ് കോയാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല മുഹമ്മദ് ഒരു ഗ്രന്ഥകാരനും എഴുത്തുകാരനാവുന്നുള്ളത്. ഇന്നിപ്പോൾ തീർച്ചയായിട്ടും എഴുത്തിലേക്ക് അദ്ദേഹം കാലുവെടുത്ത് വെച്ചിരിക്കുകയാണ്. സുമാനി പറഞ്ഞ മാതിരി ഈ പുസ്തകം സഞ്ചാര സാഹിത്യ മേഖലയിൽ ഉപകാരപ്രദമാകുന്ന സംശയമില്ല. കൂടുതൽ ഈ ബുക്ക് എഴുതാൻ അത്യാവശ്യം അദ്ദേഹം ലേഖനം എഴുതാനുണ്ട് ചന്ദ്രികയിലെല്ലാം. ഇപ്പം പുസ്തകത്തിലേക്ക് വരികയാണ്. ഞാൻ നീട്ടി പറയുന്നതിൽ ഒരുപാട് ആൾക്കാർ, രാമരേട്ടനെ പോലത്തെയും സീപ്പിനെ പോലത്തെയും കെവിനെ പോലത്തെ ഒരുപാട് പ്രസംഗിക്കാനുണ്ട്. ഞാൻ നീട്ടുന്നില്ല. എല്ലാവിധ അനുമോദനങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് കൂടുതൽ എഴുതാനും അദ്ദേഹത്തിന് എല്ലാവർക്കും അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ആദ്യം നമ്മുടെ സമാധാനി സാഹിബിനുള്ള ഉപഹാരം ബഹുമാന്യനായ AK ഫൈസൽ
നിർവഹിക്കുന്നു. ബഹുമാന്യനായ ശ്രീധരൻ പിള്ളക്കുള്ള ലിപിയുടെ ഉപഹാരം ബിസിനസ് ക്ലബിൻ്റെ പ്രസിഡന്റ് ജനാബ് സക്കീർ ഹുസൈൻ